അപ്പൊ ഈ കല്യാണത്തിന് പോയിട്ടില്ല? ഇല്ല, പോകാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഇരുന്ന് ഫോട്ടോയിലൊന്നും ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടാവില്ല. ഗൈസ്, ഞാനിന്ന് ഷെയ്മിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഉപ്പാനോട് ഇങ്ങനെ എത്ര മക്കളുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു ഇത്താത്തുണ്ട്, ഇത്താത്തൻ്റെ കല്യാണം കഴിഞ്ഞു. അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഷെയ്ം എക്സാം എഴുതിയത് ഏപ്രിൽ 6-ന്, ഇത്താത്തയുടെ കല്യാണം ഏപ്രിൽ 5-ന്. അതായത് കല്യാണം കഴിഞ്ഞ് നേരെ പിറ്റേന്ന് എക്സാം എഴുതിയിട്ടാണ് 99.8 എത്തിയത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. നമുക്ക് നോക്കാം അന്നെന്താ സംഭവിച്ചത്. ഏതോ ഒരാൾ കമൻറ്റും ചെയ്താണ്ടുണ്ടല്ലോ ഒരു വീഡിയോയിൽ. എക്സാമിന്റെ തലേന്ന് ഈ സമയക്കാണ് ഉണ്ടോ ഡേറ്റ്? ഒരു 15 കഴിഞ്ഞിട്ട് ആക്കണ്ടേ? മുന്നേ ഇതാക്കി വെച്ച് തീരുമാനിച്ച സാധനമാണ്. ഏപ്രിൽ 5-ന് ഇവിടെ ഓഡിറ്റോറിയത്താണ് കുറച്ചൊരു മെച്ചം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കല്യാണത്തിന് പോയിട്ടില്ല? ഇല്ല, പോകാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചു. ഓഹോ, എവിടെ? അവിടെയാണോ അല്ല എജുപോർട്ടിൽ ഉണ്ടായിരുന്നു അന്ന്? അല്ല, ഞാൻ ഇവിടെ എക്സാമിന് 2 ദിവസം മുന്നേ ഇവിടെ വന്നിരുന്നു, വീട്ടിൽ വന്നിരുന്നു. ഇവിടെ റൂമിലിരുന്നിട്ട് പഠിച്ചു തലേന്ന്. അല്ല, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിപ്പോൾ ആരാന്നുള്ളത്? ഇത് നമ്മളെ ഷഹീമാണ്. ഷഹീം കഴിഞ്ഞ ജെഇ മെയിൻസിൽ 99.8% വാങ്ങിയ കുട്ടിയാണ്. എന്ന് മാത്രമല്ല, അവന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് +2ൻ്റെ കൂടെ ഇങ്ങനൊരു കാര്യമേ അവൻ ആലോചിച്ചിട്ടില്ല. ജെഇ രജിസ്റ്റർ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഒരു വർഷം തകർത്ത്, ശരിക്കും പറഞ്ഞാൽ തകർത്തന്നെ പഠിച്ചിട്ട് ഈ 99.8%ലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഷെയ്ം എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇതന്നെ നിങ്ങൾ കണ്ടില്ല, ഇത്താത്താൻ്റെ കല്യാണത്തിൻ്റെ അന്ന് പോലും പോവാതെ നിന്നിട്ട് അവൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഫോട്ടോയിലൊന്നും ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടാവില്ല. കുറേ കാലം കഴിഞ്ഞാൽ ഷെയ്ം കേടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ധൈര്യപൂർവ്വം പറയല്ലേ, ഞാനന്ന് പരീക്ഷയൊക്കെ പഠിക്കുന്നത്. എനിക്കിപ്പോൾ ഞാനൊക്കെ കുറേ കഥകളൊക്കെ പറയില്ലേ, പണ്ട് വേൾഡ് കപ്പ് ക്രിക്കറ്റ് യുവരാജ് 6 അടിക്കുമ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചതാണെന്നൊക്കെ. അതേപോലെ നിനക്ക് പറയാൻ പറ്റും, എൻ്റെ ഇത്താത്താൻ്റെ കല്യാണത്തിൻ്റെ അന്ന് വരെ ഞാൻ കല്യാണത്തിന് പങ്കെടുക്കാണ്ട് പഠിച്ചിരുന്നു. ഓക്കെ, ഇനി മൊത്തം ജേണി പറയും. +2 ഇവിടെ അടുത്തുള്ള സ്കൂളാണ്? +2 കൂത്തുപറമ്പ് സ്കൂള് അടുത്ത് തന്നെയാണ്. നീ എന്താന്ന് ജെഇ എഴുതാതിരുന്നത്? ജെഇക്ക് അങ്ങനെ നോക്കിയിട്ടൊന്നും ഉണ്ടായില്ല. +1 ജസ്റ്റ് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒരു 3-4 മാസം പഠിച്ചു, പിന്നെ നിർത്തി. എല്ലാവരും പോലെ തന്നെ. അതെ. പിന്നെ ഫുള്ള് ചില്ല് ജീവിതം. പിന്നെ സാധാ പോലെ എല്ലാവരും പോലെ +1 +2 അങ്ങനെ ചില്ല് ഉപ്പുള്ളതുകൊണ്ടാണോ അങ്ങനെയൊന്നും പറയാതെ? കുറച്ച് ചില്ലായിട്ട് തന്നെ പോയി. പിന്നെ +2 കഴിഞ്ഞാലും തീരുമാനിച്ചൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോകണം. അല്ല, അതിന്റെ മുന്നേ തീരുമാനിച്ചില്ല ഈ ജെഇ ഒക്കെ എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് എഴുതി നോക്കാം എന്നൊക്കെ? എന്റെ കൂടെ എല്ലാവരും അങ്ങനെ ജെഇ ഒന്നും നോക്കിയില്ല. അതുകൊണ്ട് ഓരെല്ലാം പോലെ തന്നെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കീമോ എഴുതിന്. കീമോ കുറച്ചാളെല്ലാം അപ്ലൈ ചെയ്തപ്പോൾ ഞാനും ചെയ്തു. അതായത് ഫ്രണ്ട്സ് ആണ് മെയിൻ ആ സമയത്ത്. ഫ്രണ്ട്സ് എന്ന് പറയാൻ കുറച്ച് ആൾക്കാരല്ലോ, ഓരോ കൂടെ അങ്ങനെ അതായത് കീം അങ്ങനെ എഴുതിനു. പിന്നെ കീമിന് വലിയ റാങ്ക് ഒന്നും ഇല്ല, ചെറിയ ഫ്രണ്ട്സ് കുറെ ആളെല്ലാം നേരം കീമില് കയറി പോയി. പിന്നെ കുറച്ചാളെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ വന്ന 2-3 എല്ലാവരും കൂടി തീരുമാനിച്ചാണ് എജുപോർട്ട്? ഇല്ല, എജുപോർട്ടിൽ ഞാനേ വന്നിട്ടുള്ളൂ. കൂടെ 2-3 ആൾക്കാരുണ്ടായിരുന്നു. ഒരു രണ്ടാൾക്കാർ ഒരുമിച്ച് വരാൻ വേണ്ടി നിന്നെയാണ് എജുപോർട്ടിക്ക് തന്നെ ഒരുമിച്ച് വരാണ്ട് നിന്നെ. പിന്നെ ലാസ്റ്റ് അങ്ങനെ ഇതായിപ്പോയി, വേണ്ട വിചാരിച്ച പോലെ പോയി. പിന്നെ കോളേജിൽ കയറി. പിന്നെ ആരെങ്കിലും വേറെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ ഗ്യാങ്ങിലെ? ഇല്ല, ആരുമില്ല. എല്ലാവരും നിന്നെ തേച്ച് ഒരു 5-6 ആൾ ആദ്യം തീരുമാനിച്ചു നമുക്ക് പോവാന്നുള്ളത്. അതിൽ 2-3 ആൾക്കാർ എജുപോർട്ടിൽ പോവാന്നൊക്കെ തീരുമാനിച്ച് ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ നീ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തിരിച്ചു പോരാനൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എന്തായാലും ഇതായിട്ട് വേറെ കാര്യമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ എന്തായാലും ഒരു കൊല്ലം കയറിയല്ലേ, ഇനി ഫുള്ള് പഠിച്ചു. ഈ റിപ്പീറ്റിന്റെ സമയത്ത് പ്രത്യേകിച്ച് ആ തുടക്കത്തെ മാസങ്ങളൊക്കെ ഉണ്ടല്ലോ, മെയ് ജൂൺ ആ ഒരു സമയത്തൊക്കെ, അന്ന് തന്നെ നിനക്ക് ഇങ്ങനെ 99% മുകളിൽ വേണം, IIT കയറണം, അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല? കീമങ്ങ് കിട്ടിയാൽ മതി. പിന്നെ അന്ന് എന്തായിരുന്നു നിന്റെ ഒരു മാനസികാവസ്ഥ? അന്നേരം അങ്ങനെ തന്നെ, എന്തെങ്കിലും കിട്ടിയാൽ മതി, ലാസ്റ്റ് എന്തെങ്കിലും കിട്ടിയാൽ മതി. പിന്നെ പഠിപ്പിൽ ആ മൈൻഡ് സെറ്റ് കൊണ്ടാണ്ടില്ല. ഞാൻ ചിന്തിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി. അതായത് സാധാരണ ചില ആൾക്കാർ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. തുടക്കത്തിൽ ഇപ്പം വലിയ ആഗ്രഹങ്ങളായിരിക്കും, 99.9 കിട്ടണം, അല്ല IIT ബോംബെ കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ വിചാരിച്ച് പിന്നെയാണ് എന്ത് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ അത് NIT മതി, പിന്നെ കീമേതെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളത്. നീ അതിന്റെ നേരെ തിരിച്ചായിരുന്നു തോന്നുന്നേ? ഫസ്റ്റ് അങ്ങനെ മറ്റെങ്ങനെ ചിന്തിച്ചേ, ഇതൊന്ന് എന്തെങ്കിലും ഒന്നും ഒരു ഇത് കിട്ടിയാൽ മതി എന്നുള്ളതിൽ പോയി. പിന്നെ പഠിക്കുന്നതിൽ ആ ഇതിൽ മൈൻഡ് സെറ്റ് ബാധിക്കാണ്ട് അങ്ങനെ പഠിച്ചു. അവിടെ നിന്നുള്ളൊരു ഒരു പഠിത്തത്തിന്റെ ഒരു ഡേ ഇൻ യുവർ ലൈഫ് ഒക്കെ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ അങ്ങനെ ഒരുപാട് അവേഴ്സ് ഒന്നും അങ്ങനെ പഠിക്കില്ല. കുറച്ച് ക്ലാസ്സിൽ നിന്ന് പഠിക്കും, പിന്നെ ഒരു 2-3 മണിക്കൂർ പഠിക്കും. നേരത്തെ ഇതാക്കൽ ചെയ്യും.
ടോട്ടൽ എന്തായാലും ഒരു ക്ലാസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്നിനാ 5-6 മണിക്കൂർ ടോട്ടൽ ഉണ്ടാവും പഠിക്കാൻ. അതിൽ തന്നെ അതിലത്തെ ഒരു 2 അവർ പഠിപ്പായിട്ട് ഉണ്ടാവില്ലായിരിക്കും ആ ടൈം. അത് നീ ഉഴപ്പിയതാണോ അല്ലെങ്കിൽ പഠിക്കാൻ നോക്കി നടക്കാണ്ട്? നടക്കൂല. അന്നേരം ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ സ്ട്രഗിൾ, ഞങ്ങൾക്ക് അങ്ങനെ പഠിച്ച് വലിയ ശീലമില്ല. അപ്പോൾ ഏത് പോയിന്റിലേക്ക് നിനക്ക് തോന്നിയിട്ടുണ്ടാവാ ഞാൻ കുഴപ്പമില്ല ഒന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ജെയ്യൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള പർട്ടിക്കുലർ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടോ? ഒരു നവംബർ ആ ടൈമിൽ എത്തിയപ്പോ എല്ലാ നമ്മളെ റാങ്ക് ലിസ്റ്റിലെല്ലാം ഏകദേശം ഒരു ഇതിലെത്താൻ തുടങ്ങി. അന്നേരം തോന്നുന്നു കൂടെ എല്ലാവർക്കെല്ലാം കുറെ ആളെല്ലാം കഴിഞ്ഞ കൊല്ലം തന്നെ നല്ല ഇതുള്ളവരുണ്ടായിരുന്നു. അപ്പോ അവരെല്ലാം ലെവലിലേക്ക് എത്തുമ്പോൾ ഇത് തോന്നുന്നു അവർക്കെല്ലാം എന്തായാലും കിട്ടേണ്ടതാണ്. അപ്പൊ പിന്നെ അവരിലേക്ക് എത്താണ് എനിക്കും കിട്ടേണ്ടിയായിരിക്കുമല്ലോ. കഴിഞ്ഞ കൊല്ലം 90% 93% തോന്നുന്നുണ്ട് ഋഷികേശൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഋഷികേശിന്റെ ആ പെർസെന്റേജിൽ എത്തിയപ്പോൾ അല്ല അവൻ്റെ അതേ റാങ്കിലൊക്കെ എത്തിയപ്പോൾ മനസ്സിലായിരുന്നു എനിക്കൊരു എന്തായാലും ബെറ്ററായി ഒരു 98, 99 ഒക്കെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ വന്നല്ലേ. അല്ലാതെ പഠിച്ചു തുടങ്ങിയ ഇപ്പോൾ ഒരു ഓഗസ്റ്റിലൊക്കെ എപ്പോഴാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരമൊക്കെ കിട്ടി തുടങ്ങി? ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് ലോട്ടെല്ലാം ചെയ്താൽ കിട്ടും, പക്ഷെ എങ്ങനെ ഭയങ്കര സ്ലോ ആയിരിക്കും, സമയം എടുക്കും. വല്ലാണ്ട് ആ ഒരു മൊമെന്റം കിട്ടി തുടങ്ങിയ ഒരു ഒക്ടോബർ സമയമായിട്ടുണ്ടല്ലേ. പക്ഷെ ഒക്ടോബർ നമ്മൾ പോർഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിനക്ക് ഒരു മൊമെന്റം കിട്ടി തുടങ്ങിയത് അല്ലേ. നല്ല. എന്നിട്ടും ഫസ്റ്റ് ഫേസിൽ 99% ഉണ്ടായിരുന്നു, ഇപ്പം അത് 99.8 എത്തി. ആൻഡ് ഇതിലിപ്പോൾ നിനക്കിപ്പോൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിനക്ക് എന്താ തോന്നുന്നു? ഇപ്പോൾ എല്ലാവരും വന്ന് എഴുതണോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകണോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്താൽ പോലെ എങ്ങനെ പഠിക്കണം, അതിനെക്കുറിച്ച് എന്താ നിനക്കൊരു, അതായത് ഇപ്പോൾ നിന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്, അതായത് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, +2 കാര്യമായിട്ട് നോക്കിയിട്ടില്ല, കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല, പക്ഷേ കറക്റ്റ് നിൻ്റെ അവസ്ഥ തന്നെ. അതായത് ഇപ്പോൾ ഈ റിസ്ക് എടുത്തിട്ടില്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് എന്നൊന്നും പറയുന്ന അത്ര നല്ല ഓപ്ഷൻ ആയിരിക്കില്ല. അപ്പോൾ ഓരോട് എന്താ നിനക്ക് പറയുള്ളത്, എങ്ങനെ പഠിക്കണം എന്നാണ്? ഇപ്പോൾ ഒരാൾ നിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് പറയും എനിക്ക് 99.8 ഒക്കെ കിട്ടിയല്ലേ, അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാം, പക്ഷെ എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ എന്താ പറയാം? റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും തുടക്കത്തിലെല്ലാം ആ ഒരു ഇത് പ്രതീക്ഷിക്കരുത്, നമ്മൾക്ക് എല്ലാം കിട്ടും. നമ്മളെ കൂടുതലുള്ളവരെല്ലാം ചിലപ്പോൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നവരോ അങ്ങനെ എങ്കിലും ആയിരിക്കാം. നമ്മൾ ഓരോ ലെവലൊന്നും കമ്പയർ ചെയ്യരുത്. നമ്മളെ എന്താ പറയുക, ഫസ്റ്റിൽ തന്നെ ഒരു മൊമെൻ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ലാസ്റ്റിലോട്ടായിരിക്കും നമ്മളെ, പക്ഷേ കൺസിസ്റ്റൻസി വിടരുത്. ഫസ്റ്റ് തുടക്കത്തിലില്ല ഒരു ഇതിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് തൊട്ടാകുമ്പോഴേക്ക് എന്തായാലും കയറാൻ പറ്റുന്നില്ല. അത് ഏത് ലെവലാണ്? നീ നിന്നെ ഭയങ്കര ബുദ്ധിയുള്ള ഒരാളായിട്ടാണ് കാണുന്നത്? സാധാരണ എല്ലാവരെയും പോലെ തന്നെയാണ്, പക്ഷേ കൺസിസ്റ്റൻസി ആയിരിക്കും നിനക്ക് വന്നിട്ട്. നമ്മളെ മറ്റേ കർവൊക്കെ പോലെ മെല്ലെ 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 കയറി ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, കുറച്ച് കയറി വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ സാധനമാണല്ലേ ശരിക്കും അവിടെയൊക്കെയുള്ള പലർക്കും മിസ്സാവുന്നതും. അവിടെ തന്നെ തുടക്കത്തിലെല്ലാം നല്ല എഫേർട്ട് ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് തൊട്ടാകുമ്പോഴേക്ക് അതിന്റെ റിസൾട്ട് കിട്ടാണ്ട് നിർത്തി പോകുന്ന ആൾക്കാരിലുണ്ട്. അതേപോലെ ഒരു വർഷം ലാസ്റ്റ് തൊട്ട് വരെ പിടിച്ചു നിന്ന് എന്തായാലും കിട്ടുമെന്നില്ല ആൾക്കാരുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സെയിം സാധനമായിരിക്കും ഇനിയിപ്പം മെയ് 6 നമ്മളെ ബാച്ച് തുടങ്ങിയാലും ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എന്ത് വന്നാൽ നിങ്ങൾ ഒരു വർഷം ഇനി മെനക്കിടാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവസാനം വരെ. ചിലപ്പോൾ ഇപ്പം നീറ്റ് നാളെ നടക്കാം, മറ്റന്നാൾ നാളെ നടക്കാൻ പോവാണ്. അപ്പം അതിലും കഴിഞ്ഞ 10-15 ദിവസത്തെ എഫേർട്ട് കൊണ്ടൊക്കെ ചിലപ്പോൾ എന്താ ആൾക്കാർ കയറി ഇപ്പോൾ തുടക്കം മുതലേ എടുത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒരു മാസം മുമ്പൊക്കെ ഇനി എന്നെ കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ച് ഡൗൺ ആയിട്ട്. അപ്പം നീ അവസാനം വരെ എന്ത് ചെയ്യണം. ഇപ്പം ഇവൻ്റെ കേസിൽ തന്നെ ഏപ്രിൽ 6 എക്സാമിൻ്റെ തലേന്ന് താത്താൻ്റെ കല്യാണം ഉണ്ടായിട്ട് പോലും എന്താണ് അന്ന് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് മാത്രം വന്നാൽ മതി എന്ന് തോന്നില്ലേ ഇതിൽ? അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലൊക്കെ കിട്ടിയതിൽ ആരെങ്കിലും ഉഴപ്പിയിട്ടൊക്കെ കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ടോ? ഭയങ്കര ബുദ്ധി കൊണ്ട് മാത്രം കിട്ടിയ ആരും ഇല്ലല്ലോ, പണിയെടുത്തിട്ട്. അതായത് 93% +2 കിട്ടിയ കുട്ടിയാണെങ്കിലും ജെയ് ഒന്നും എഴുതാതെ റിപ്പീറ്റ് ചെയ്യാൻ വന്ന ആളാണെങ്കിലും കിട്ടിയ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല, പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിനക്കന്നേരം എഫേർട്ട് ഇടാൻ തോന്നിയ നിന്റെ ചിന്ത എന്തൊക്കെയായിരിക്കും? നീ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ? എന്തായാലും ഒരു കൊല്ലം ഇതാക്കാൻ വേണ്ടി വന്ന് പിന്നെന്താ പഠിച്ചേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. എന്തായാലും പഠിച്ചാൽ ലാസ്റ്റ് എന്തെങ്കിലും കിട്ടും എന്നുള്ള, അതായത് എത്തുന്ന മാക്സിമത്തിൽ എത്തുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ, NIT കിട്ടിയാൽ ഇത്ര, വേറെ ഏതെങ്കിലും ഇത്ര ഡിസൈഡ് ചെയ്യുന്ന ഈ ഒരു കൊല്ലാണ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ട്? ചില കുട്ടികളൊക്കെ അങ്ങനെ പറയുന്നേക്കാം. അത് NIT കിട്ടുകയാണെങ്കിൽ വലിയ ജോലിയൊക്കെ കിട്ടും, ഇതൊന്നും ചെയ്യാൻ ഉഴപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും പിന്നെയും കുറേ പോവും, അപ്പോൾ ജസ്റ്റ് ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്വയം ഉഴപ്പുമ്പോൾ തടയുന്ന സാധനങ്ങൾ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഉഴപ്പാനുള്ള സാഹചര്യം ഒന്നും അവിടെ കുറവാണ്. എല്ലാവരും ഇങ്ങനെ പഠിക്കുന്ന ഇതിൽ തന്നെ ആയിരിക്കും.
പിന്നെ നമുക്ക് ഒരു ഡിമോട്ടിവേറ്റ് ആയാലും ഓരെല്ലാം പഠിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും. പക്ഷേ ഈ ഉപ്പ ഉമ്മ ഓരെ വിചാരിച്ച് ഉപ്പ കഷ്ടപ്പെട്ട് ടെക്സ്റ്റൈലിൽ നിന്ന് അങ്ങനത്തെ ചിന്തയൊക്കെ പഠിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ബേസിക് ആയിട്ട് എന്തായാലും ഉണ്ടാവും. ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഞാൻ കണ്ടിട്ടൊരു കൂൾ മനുഷ്യൻ അങ്ങനത്തെ ചിന്തയൊന്നും എനിക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ ഉപ്പാൻ്റെ പൈസ അല്ലെങ്കിൽ ഉപ്പാനെ സപ്പോർട്ട് ചെയ്യണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ തോട്ട് പ്രോസസ്സിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിച്ചത്? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഫേസിൽ കെമിസ്ട്രിക്ക് പെർസെൻറ്റേജ് കുറവായിരുന്നു. അതാണ് ശരിക്കും 99 എത്തിപ്പോയത്. അപ്പോൾ സെക്കൻഡ് ഫേസിലാണ് കെമിസ്ട്രി അത്യാവശ്യം നീ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും നിൻ്റെ ഒരു പഠനത്തിൻ്റെ രീതി? പഠനം ഫുള്ള് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ഇപ്പോൾ 6-ാം തീയതി ടീം വരികയാണല്ലോ. അപ്പോൾ അവർക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നീ ഓഫ്ലൈൻ ക്ലാസ് പോയി ക്ലാസ്സിലിരിക്കുന്നു, അതിനുശേഷം വന്നിട്ട് പിന്നെ ഹോസ്റ്റലിൽ പിന്നെ വീഡിയോ കാണലുണ്ടോ? ഹോസ്റ്റലിൽ ഇല്ല. അതായത് ക്ലാസ്സിൽ നീ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മൈൻഡ് ഔട്ട് ആയി പോകും, ചിലപ്പോൾ എനിക്കൊരു മൂഡ് ഉണ്ടാവില്ല, അല്ലെ ഉറക്കം വരും. അങ്ങനത്തെ കേസ് മിസ്സായ പോർഷൻസ് വീഡിയോയിൽ നോക്കലുണ്ടോ, റെഫർ ചെയ്യലുണ്ടോ? മിസ്സായത് മാക്സിമം ഫ്രണ്ട്സിനോടെല്ലാം ചോദിച്ച് മേക്കപ്പ് ചെയ്യും. വീഡിയോ കാണാൻ ഭയങ്കര ടൈം. വീഡിയോ കാണുന്നത് അതായത് സംഭവം നമ്മൾ എന്താ പറയുക, നമ്മളൊരു USP പോലെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ് ഓഫ്ലൈനും ക്ലാസ്സും കാണാം പിന്നെ വീഡിയോയും കാണാം എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളപ്പോൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് പിന്നെ നിങ്ങൾ ക്ലാസ് ഇപ്പം ചിലപ്പോൾ എന്തായിരിക്കും മൈൻഡ് ഔട്ട് ആയി പോകും, ചിലപ്പോൾ അന്ന് മൂഡ് ഉണ്ടാവില്ല, തലവേദനയാണെന്നുണ്ടാവും. അന്നേരം മിസ്സായ സാധനം കൂടെ നോക്കുക എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ പിന്നെയും ഹോസ്റ്റലിൽ വന്നിട്ട് വീഡിയോ ആണ് ശരിക്കും നമ്മൾ ഇന്നൊരു ക്ലാസ് കാണുന്നു, പിറ്റേ ദിവസം വീണ്ടും അതേ ക്ലാസ്സിൽ ഇരിക്കുന്നതിന് തുല്യമായിട്ടുള്ള സംഭവം നടക്കുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ മെറ്റീരിയൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്? ക്വസ്റ്റ്യൻസ് PYQ ആപ്പ് ഒന്ന് എടുത്ത് നോക്കലാ? PYQ എല്ലാം ആപ്പിലും അങ്ങനെ, പിന്നെ ചാപ്റ്റർ വൈസ് ടോപ്പിക് വൈസ് എല്ലാം ചെയ്യും. ആ PYQ-ലാകുമ്പോൾ ചില സാധനം മിസ്സായി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലേ? വലിയ 10-20 വർഷത്തെ PYQ ഉണ്ടാകുമ്പോൾ ഒരുവിധം 2002 മുതൽ PYQ അത്രയും ചെയ്യണ്ട. അല്ലാണ്ട് തന്നെ ഒരു ലാസ്റ്റത്തെ ഒരു 10 വർഷത്തിന് ചെയ്ത എല്ലാ ടോപ്പിക്കും ഓൾമോസ്റ്റ് കവർ ചെയ്യും. അപ്പം ഇന്ന് നീ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഒന്ന് നോട്ട്സൊക്കെ ഒന്ന് എടുത്ത് നോക്കുമായിരിക്കും. ഇനിയിപ്പോൾ മനസ്സിലാത്ത ഏതേ പോർഷൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് ചോദിക്കുമായിരിക്കും. എന്നിട്ട് PYQ വിളങ്ങിയിരിക്കും. തുടക്കത്തിൽ കുറച്ച് കിട്ടൂല, പിന്നെ കിട്ടും. അപ്പം അങ്ങനെ എക്സാം കഴിയുന്നവർ ഏകദേശം അങ്ങനെ അന്നേരിക്കാം. അതിനുശേഷം പിന്നെയോ ആ ഒരു എക്സാം നമ്മൾ സീരീസ് ടെസ്റ്റ് ഒക്കെ നടത്തിയ സമയത്ത് അന്നേരം എന്താ നീ ചെയ്തുകൊണ്ടിരുന്നത്? സീരീസ് ടെസ്റ്റ് ഓരോ ചാപ്റ്റർ വൈസ് ഇതെല്ലാം ഉണ്ടാവും, കുറച്ച് ചാപ്റ്റർ മൊഡ്യൂളാക്കിയിട്ട്. അപ്പോൾ പിന്നെ സ്ട്രക്ചർഡ് ആവും കുറച്ചും കൂടി. ടോപ്പിക്കിൽ മനസ്സിലാത്ത ഭാഗങ്ങളുടെ ആയാലും PYQ നോക്കി അറിയാം. കോൺഫിഡന്റ് ഉള്ള ചാപ്റ്റർ ഈ അന്നേരം പഠിക്കൊന്നുമില്ല, പഠിക്കൂലെന്നല്ല, സീരീസിൽ ഓരോ ഇതായി മൊഡ്യൂൾ ആക്കിയിട്ടില്ല ചാപ്റ്റർ. ഒരു 5-6 ചാപ്റ്റേഴ്സ് ആണ് പൊതുവെ സീരീസ് എക്സാമിന് ഉണ്ടാവാനുള്ളത്. അപ്പം 5-6 ചാപ്റ്റർ ഒന്നും PYQ തന്നെ വീണ്ടും ഒന്നെടുത്ത് ചെയ്യും. അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ 100% പോർഷൻസ് ഒക്കെ നീ കംപ്ലീറ്റഡ് ആയിരുന്നോ ആ ഒരു ഒക്ടോബറിലൊക്കെ ആകുമ്പോഴത്തേക്ക്? 100% ആണോന്ന് വെച്ചാൽ അറിയില്ല. ഓൾമോസ്റ്റ് PYQ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 10 years PYQ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PYQ ചെയ്ത് തീർന്നു പോയിട്ടില്ല നിന്റെ അടുത്ത്? ഇഷ്ടം പോലെ ഉണ്ടാവില്ല. അതായത് ആദ്യം 10 years നോക്കി, പിന്നെ വീണ്ടും നോക്കുമ്പോൾ അതിൻ്റെ മുന്നത്തെ നോക്കും, 15 years വരെയുള്ളതൊക്കെ എടുത്തു അങ്ങനത്തെ. ഓക്കെ റൈറ്റ്. പിന്നെ ഈ PYQ-നെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, PYQ അതേപോലെ വരുന്നു എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ PYQ ഒരു ബെഞ്ച് മാർക്കാണ് അല്ലേ? PYQ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ വരുന്ന ഒരുവിധ ഏത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാനാവും തന്നെയാണ്. ഓക്കെ. ആൻഡ് ജനുവരി സെഷൻ കഴിഞ്ഞു, അതിനുശേഷം പിന്നെ എന്താ ചെയ്തേ? ജനുവരിക്ക് ശേഷം പിന്നെ അഡ്വാൻസ്ഡ് ക്ലാസ് കേട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നിനക്ക് പിന്നെ മെയിൻസിൽ പെർസെൻറ്റേജ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്തത്? മെയിൻസിന്റെ PYQ മെയിൻസിന് വേണ്ടി കുറച്ച് മാറ്റിയൊക്കെ ആയിരുന്നു ടൈം. ഓക്കെ. അന്നേരം മെയിൻസ് PYQ ചെയ്യും, പിന്നെ അഡ്വാൻസിന്റെ ക്ലാസ് വെക്കും, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യും. അതായത് ജനുവരിക്ക് ശേഷം അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ പാരലലി ഒരു കുറച്ച് മണിക്കൂറുകളാണ്. എത്ര സമയം ഇരുന്നു അങ്ങനെ? ചില അഡ്വാൻസ് ബോറടിക്കുമ്പോൾ മെയിൻസ് എടുക്കും, അങ്ങനെയാണോ? അങ്ങനെ ഒരു ടൈം സ്ട്രക്ചർ ഒന്നും ഇല്ല. ഓക്കെ റൈറ്റ്. അപ്പോൾ അന്നേരം കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ? കെമിസ്ട്രി കുറഞ്ഞു പോയി തോന്നിന്. നല്ലോണം ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നിന്റെ കേസിൽ എനിക്ക് തോന്നുന്നത് എഫേർട്ട് ഇടുന്നത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിനക്ക് ഡയറക്റ്റ് ആ റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിലൊക്കെ ഈ ഒരു മൊത്തം ജേണിയിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്ത ഒരാളുടെ പേര് പറയാണ്? പാരൻസ് തന്നെയാണ്. ഉപ്പയോ ഉമ്മയോ? അല്ല, നല്ല സപ്പോർട്ട് തന്നെയാണ്. ശരിയാ. ഇത്താത്ത എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണല്ലേ? അപ്പം ഇത്താത്ത എനിക്ക് തോന്നുന്നു +2-ൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയതാണ്. കുറച്ച് ഗൈഡൻസ് ഒക്കെ തന്നിട്ടുണ്ടോ? തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള നോളജ് ഒന്നും എനിക്കില്ലല്ലോ. കുറെ നോളജ് തന്നെ അതിനെ കുറിച്ച്. ഇങ്ങനെയൊക്കെ വേണം, ഇതൊക്കെ ചെയ്യണം. കാരണം 36 പഠിക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ കുറേ ഉണ്ടാവും. ആൻഡ്
ഈ ഒരു അവിടെ നിന്നുള്ളപ്പോൾ ഇത്താത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നോ? ആ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചെയ്യും. പിന്നെ എടാ ഇവിടെ ഒന്നും പഠിച്ചാൽ പോരാ, NIT IIT ഒക്കെ നോക്കണം, അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ഇത്താത്ത തന്നുണ്ട്. ഇത്താത്ത തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും സാധാ ഗവൺമെന്റ് കോളേജ് പഠിക്കുന്നതിനാണ് എത്രയോ ബെറ്റർ ആണ്. ഇത്താത്തൊക്കെ നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റി, അപ്പോൾ അതെന്തായാലും നടന്നെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. ആൻഡ് റിസൾട്ട് വന്നപ്പോൾ എന്താ ഇത്താത്ത പറഞ്ഞേ? ഹാപ്പിയാണ്, നല്ല IIT നോക്കാൻ പറയുന്നുണ്ട്. ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ വരുന്ന വഴിക്ക് ഒരു 500 മീറ്റർ അകലെ ഏതോ ഒരു വീട്ട്, അവിടെ ലൊക്കേഷൻ എത്തിച്ചേ. വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ ഷെയിം, ആദ്യം ഏത് ഷെയിം എന്ന് ചോദിക്കുമ്പോൾ എൻട്രൻസ് ഇട്ടിയ ഷെയിം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അപ്പുറമാണ് വീട്, ആ പീടിയൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങാണ് വീടാന്ന് ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പം നാട്ടിലൊക്കെ അത്യാവശ്യം, ഈ നാട്ടിൽ ആദ്യത്തെ ആളാണ്? നാട്ടില് അതറിയില്ല, നിന്റെ അറിവിൽ ആദ്യത്തെ ആളാണ്. കുറവാണ്. ഇത് ഇത് ലോകത്തിൻ്റെ അറ്റാട്ടോ. പക്ഷേ നമ്മളെ മുഖ്യമന്ത്രിൻ്റെ മണ്ഡലമാണല്ലേ. ഞാനൊരു 3-3.5 മണിക്കൂർ എന്ത് ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. കുറേ നല്ല വെറൈറ്റി, എന്തോ ഒരു മുട്ട എന്നൊക്കെ പറഞ്ഞ വീട്ടുപേരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, സ്ഥലപ്പേര് മെട്ടയോ കാർഗിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് വരുന്ന വയ്യ. റൈറ്റ്, ഓക്കെ. അപ്പം ഇവിടുന്ന് അങ്ങനെ ആദ്യമായിട്ട് NIT-യിൽ എത്തുന്ന ആളായിരിക്കില്ല ഷെയിം, കാരണം നമ്മളെന്താണ് IIT-ലാണ്. യെസ്, നമ്മൾ IIT-ലാണ് എത്താൻ പോകുന്നത്. അപ്പം എന്തായാലും ജീവിതത്തിൽ ഇനി ഉയരങ്ങളിൽ എത്തട്ടെ. എവിടെ ഇനി എത്തിക്കഴിഞ്ഞാലും ഇത്ര നീ പഠിക്കണം എന്നില്ല, എന്നാലും എന്ത് ചെയ്യണം, കുറച്ചൊക്കെ പഠിക്കണം, എന്നാലാണ് നല്ല ജോലിയിലേക്ക് അവിടുന്ന് കയറാൻ പറ്റുക. എന്നിട്ട് എല്ലാവരും എന്നിട്ട് നാട്ടുകാരൊക്കെ ഒരു ഇടയ്ക്കൊരു ഗൈഡൻസൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ആൾക്കാരെന്ത് ചെയ്യുക NIT-യിലേക്കൊക്കെ എത്തിക്കാനുള്ള ഇതൊക്കെ കൊടുക്കാം. അപ്പം ഓൾ ദി ബെസ്റ്റ്.